ആമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ആ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തി കർത്താവ് കാണാൻ വേണ്ടി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സന്തോഷം നിറഞ്ഞ ഈ നല്ല നിമിഷത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സന്തോഷത്തോടെ മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്നു. അരുമനാഥൻ്റെ സാന്നിധ്യം ഓരോ ദിവസവും അളവില്ലാതെ അനുഭവിക്കാൻ കർത്താവ് തരുന്ന ഈ നല്ല അവസരത്തിനായി, അനുവാദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രത്യേകിച്ച് ഈ ഫാസ്റ്റിംഗ് പ്രയറിന് ശേഷം വളരെ വ്യത്യസ്തമാകുന്ന സന്ദേശങ്ങളാണ് നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നത്. വ്യത്യസ്തമായ ചിന്തകളാണ് ഇതിനകത്ത് ഓരോ ദിവസവും കർത്താവ് നൽകി തരുന്നത്. ആത്മമണ്ഡലത്തിൽ തുടങ്ങിയ ഒരു സന്ദേശം ഇന്ന് ഏഞ്ചൽസിലേക്ക് എത്തി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് അവിചാരിതമായി കൊണ്ട് വന്നതല്ല. ഇതുമായിട്ടൊക്കെ ഭയങ്കര കണക്ഷനുണ്ട്. നമ്മൾ ചിന്തിച്ച് തുടങ്ങിയ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയ ധ്യാനിച്ചു കൊണ്ടിരുന്നതുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഓരോ ദിവസവും അതനുസരിച്ചുള്ള സബ്ജക്റ്റുകൾ കർത്താവ് നമുക്ക് തരുന്നത്. ഇത് ഒരു സഭ മനസ്സിലാക്കണമോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കിയാലേ ഉള്ളൂ ആ സഭയ്ക്ക് ഒരു വിടുതൽ. വ്യക്തിപരമായ ജീവിതത്തിലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായി തീരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനകത്ത് നമ്മൾ ചാടി വീണ് പ്രത്യേകിച്ച് ഉരുണ്ടുമറിയേണ്ട കാര്യങ്ങളല്ല. ഇതൊക്കെ നമ്മളിങ്ങനെ ലേൺ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ പഠിച്ച് അതിനകത്തുള്ള ആ വൈറ്റമിൻസും ന്യൂട്രിയൻസും പ്രോട്ടീൻസും എല്ലാം നമ്മൾ എടുക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇതിനകത്ത് കളയാനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേസ്റ്റേജ് ഇല്ലാത്തൊരു സബ്ജക്റ്റാണ് ഈ സബ്ജക്റ്റ്. ഞാൻ ഇന്ന് ഈ പറയുന്ന കാര്യം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ ചിലർക്ക് ഇതിനോടൊരു താല്പര്യക്കുറവ് പൊതുവെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൂതന്മാരെക്കുറിച്ച് എന്തിനു പഠിപ്പിക്കുന്നു? ദൂതന്മാർ ആരാണ്? അവർ ദൈവത്തിൻ്റെ സെർവൻസ് അല്ലേ? അപ്പോൾ നമ്മൾ യേശുവിനെ അല്ലേ ആരാധിക്കേണ്ടത്? തീർച്ചയായിട്ടും യേശുവിനെയാണ് ആരാധിക്കേണ്ടത്. ഒരിക്കലും ഈ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ കർത്താവിന് പോകേണ്ട മഹത്വം ഗബ്രിയേലിനോ മിഖായേലിനോ ഒന്നും പോകുന്നില്ല. ഒരു മാലാഖമാർക്കും പോകാൻ പോകുന്നില്ല, ഒരു ദൂതന്മാർക്കും പോകാൻ പോകുന്നില്ല. ഇവരെ ആരെയും നമ്മൾ മധ്യസ്ഥരായിട്ട് എടുക്കത്തുമില്ല. എൻ്റെ കർത്താവിന് പോകേണ്ട മഹത്വം ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. തന്നെയല്ലാതെ വേറെ ആരെ ആരാധിക്കരുത്. അതുകൊണ്ട് ഈ തിരുവെഴുത്തിൽ പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോം എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസ് ദൈവവചന അടിസ്ഥാനത്തിൽ മാത്രം നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ വിർച്വൽ മീറ്റിങ്ങിനകത്ത് എന്തെങ്കിലും പറത്തി വിടുന്നൊരു കൂട്ടായ്മയല്ല. ഇത് ഹോളി സ്പിരിറ്റ് സ്ഥാപിച്ചതുകൊണ്ട് അനോയിൻറ്റഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണെന്നും അതിനകത്ത് നിൽക്കുന്ന ഞാൻ കണക്ക് ബോധിപ്പിക്കാനുള്ളവനാണെന്നുള്ളത് കൊണ്ട് ദൈവവചന അടിസ്ഥാനത്തിൽ വിത്ത് റെഫറൻസ് മാത്രമേ ഇന്നയോളം എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചിട്ടുള്ളൂ. മേലാലും അങ്ങനെ ഉള്ളൂ. അപ്പോൾ എൻ്റെ യേശുവിന് മാത്രമേ മഹത്വം പോകത്തുള്ളൂ. കർത്താവ് പറഞ്ഞതും പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുമാകുന്ന കാര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ടാണ് ഇന്ന് സംസാരിക്കാനും ഏഞ്ചൽസിനെ കുറിച്ചൊന്ന് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി ഒന്ന് നോക്കിയിട്ട് വരാനുള്ള സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് നേരെ കർത്താവിൻ്റെ തിരുവെഴുത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. താല്പര്യമുള്ള ദൈവമക്കളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ഇരിക്കുക. എന്താണ് ദൂതന്മാർ എന്ന് പറയുന്നത്? ദൂതന്മാർ എന്താണ് എന്ന് ചോദിച്ചാൽ അത് രക്ഷയെ അവകാശമാക്കുന്നവർക്ക് വേണ്ടി ശുശ്രൂഷിപ്പാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളാണ് ദൂതന്മാർ എന്ന് പറയുന്നത്. ദൂതന്മാരെ ആരാണ് സൃഷ്ടിച്ചത്? ദൂതന്മാരെ ദൈവമാണ് സൃഷ്ടിച്ചത്. ദൂതന്മാരെ ദൈവമാണ് സൃഷ്ടിച്ചത്. ദൂതന്മാരെ മനുഷ്യർക്കും കൂടെ വേണ്ടി ആണ് സൃഷ്ടിച്ചത്. എന്നാൽ ദൂതന്മാർ സർവവ്യാപിയല്ല. ദൂതന്മാർ
ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാണ് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ അരികിലേക്ക് മെസ്സഞ്ചറായിട്ട് വരുന്നതും. എന്ത് ദൈവം കൽപ്പിച്ചു വിട്ടുവോ ആ കൽപ്പനയ്ക്കകത്തൊരു പ്രവൃത്തി ചെയ്യണം എന്ന കൽപ്പനയുണ്ടെങ്കിൽ ആ പ്രവൃത്തി ചെയ്ത് തികച്ചതിന് ശേഷം മടങ്ങിപ്പോകുന്ന ദൈവത്തിൻ്റെ സന്നാഹമാകുന്നു ദൂതന്മാർ എന്ന് പറയുന്നത്. ബൈബിളിൽ ദൂതന്മാർക്ക് കോടാനുകോടി ദൂതന്മാരുണ്ട്. എന്നാൽ രണ്ടോ മൂന്നോ ദൂതന്മാരുടെ പേരുകൾ, 2 ദൂതന്മാരുടെ പേരുകളാണ് പ്രധാനമായിട്ടും വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്: മിഖായേൽ, ഗബ്രിയേൽ. അങ്ങനെയാണ് തിരുവെഴുത്ത് അവരെ അഡ്രസ്സ് ചെയ്യുന്നത്. 3 തരം ദൂതന്മാരെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അത് കെരൂബുകൾ, സറാഫുകൾ, മൂന്നാമത്തേത് ജീവികൾ. അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം ദൂതന്മാരെ അഡ്രസ്സ് ചെയ്യുന്നത്. കെരൂബുകൾ, സറാഫുകൾ, ജീവികൾ, സ്വർഗീയ ജീവികൾ എന്നാണ് വെളിപ്പാട് പുസ്തകം ദൂതന്മാരെ അഡ്രസ്സ് ചെയ്യുന്നത്. അതിൽ കെരൂബുകൾ ഏദൻ തോട്ടത്തിന് ചുറ്റും തിരിയുന്നവരായി നിൽക്കുന്നു എന്ന് നമ്മൾ, ഉരിപ്പിടിച്ച വാളുമായി തിരിയുന്നവരായി നിൽക്കുന്ന കെരൂബുകൾ എന്ന് നമ്മൾ ഉൽപ്പത്തി മുതൽ പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഉൽപ്പത്തിക്ക് മുൻപേ ഉണ്ടായിരുന്നവരാണ് ദൂതന്മാർ. ദൈവത്തോടു കൂടെ ദൈവസന്നിധിയിൽ വസിക്കുന്നവരാണ് ദൂതന്മാർ എന്ന് തിരുവെഴുത്ത് പറയുന്നു. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. ദൈവമാണോ ദൂതന്മാരെ സൃഷ്ടിച്ചത്? ദൈവവുമായിട്ട് ദൂതന്മാർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ദൈവവും ദൂതന്മാരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ദൈവത്തിന് ദൂതന്മാരെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ദൂതന്മാർക്ക് എന്തെങ്കിലും പണിയുണ്ടോ? വിശുദ്ധ ബൈബിൾ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിൽ തന്നെ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. നെഹമ്യാവിൻ്റെ പ്രവചന പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനം നമുക്കൊന്ന് വായിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 9-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം പറയുന്നു, നീ മാത്രം യഹോവയാകുന്നു. ഞാൻ തുടക്കത്തിലെ നിങ്ങളോട് പറഞ്ഞു, യഹോവയ്ക്ക് പോകേണ്ട മഹത്വം ഒരിക്കലും ദൂതന്മാർക്ക് പോകത്തില്ല. ദൂതന്മാർക്ക് കൊടുക്കേണ്ട സ്ഥാനം ഒരിക്കലും ഒരു ദൈവ പൈതൽ എന്നുള്ളൊരു നിലയിൽ ഞാനും നിങ്ങളും കൊടുക്കാതെയും ഇരുന്നുകൂടാ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ദൈവത്തിന് പോകേണ്ട മഹത്വം ഒരിക്കലും ദൂതന്മാർക്ക് പോകത്തില്ല. ദൂതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പറയത്തില്ല. ദൂതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പറയത്തില്ല. ദൂതന്മാരോട് നമ്മൾ അപേക്ഷിക്കേണ്ടവരല്ല മനുഷ്യർ. പറഞ്ഞു വരാം. ദൂതന്മാരോട് അപേക്ഷിക്കേണ്ടവരോ അപേക്ഷിക്കാൻ പറയേണ്ടവരോ അല്ല മനുഷ്യർ. അതെന്താ? മനുഷ്യരെ ദൈവം ഒരു ഡിഗ്നിറ്റിയോടുകൂടെയാണ് നിർത്തിയിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ വായിച്ചതിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ വിളിക്കുന്നു. നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗാതിസ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. നീ അവയെ ഒക്കെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. ആകാശത്തിലെ സൈന്യം ആരാണ്? ഈ ദൂതന്മാരാണ്. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. അപ്പൊ യഹോവയായ ദൈവത്തിന് പോകേണ്ട മഹത്വം വേറെ ഒരു സൃഷ്ടിക്കും പോകാൻ പാടില്ല എന്ന് ആദിയിലെ മനസ്സിലാക്കിയിരുന്നവരാണ് ദൂതന്മാർ. അവ നമ്മളിപ്പോൾ എത്ര പറഞ്ഞു? ആകാശത്തെയും സ്വർഗാതിസ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അതിലുള്ള സകലത്തെയും എല്ലാം ഉണ്ടാക്കിയിട്ടും ഒരു സൃഷ്ടിക്കും ദൂതന്മാർ വണങ്ങാതെ ഉണ്ടാക്കിയ യഹോവയെ ആകാശത്തിലെ സൈന്യം നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കാനുള്ളവരാണെന്നും ദൈവത്തിന് സ്തുതി പറയാനുള്ളവരാണെന്നും ഒക്കെ മനുഷ്യ ശബ്ദത്തിൽ പറയുമ്പോൾ വേണ്ടത്ര പരിഗണനയും പ്രാധാന്യവും ആ വാക്കിന് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഇന്ന് ഈ വചനത്തിൻ്റെ മുമ്പിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൂതന്മാർ ദൈവത്തെ നമസ്കരിച്ചു എങ്കിൽ
അത് അതിന് തക്കവണ്ണം കാര്യകാരണങ്ങൾ ദൂതന്മാർ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അവർ ദൈവത്തെ നമസ്കരിക്കുന്നത്. അതുകൊണ്ട് അവർ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടമാണ്, വിഭാഗമാണ് ദൂതന്മാർ. ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന കൂട്ടമാണ്. ദൈവത്തിൽ നിന്നൊട്ടും തന്നെ അകന്ന് നിൽക്കാത്ത കൂട്ടമാണ് ദൂതന്മാരെന്ന് പറയുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ അതോറിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോ ദൂതന്മാർക്കും വ്യത്യസ്തമാകുന്ന റാങ്കുകളുണ്ട്. ചെറിയ ദൂതന്മാരും ഉണ്ട്, വലിയ ദൂതന്മാരും ഉണ്ട്, പ്രധാന ദൂതനും ഉണ്ട്, അതിൻ്റെ സബോർഡിനേറ്റും ഉണ്ട്. അപ്പോൾ ഭൂമിയിൽ വ്യത്യസ്ത അധികാര തലങ്ങളും ഉദ്യോഗസ്ഥരും ഉള്ളതുപോലെ തന്നെ വിവിധ വകുപ്പുകളും വകുപ്പ് തലവന്മാരും ഉള്ളതുപോലെ തന്നെ ദൂതന്മാർക്കിടയിലും ദൈവം അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അവർ സ്വർഗത്തിലെ ഓഫീസേഴ്സ് ആയിരിക്കുമ്പോൾ തന്നെ അവർ മനുഷ്യരുടെ സേവകാത്മാക്കളാണ്. അവർ മനുഷ്യർക്ക് വേണ്ടി കർത്താവ് അയച്ചു തരുന്നവരാണ്. ഇനി ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. ഏതൊരു മനുഷ്യനും അവൻ്റെ ലൈഫിൽ, ഇതൊരു റെവലേഷനാണ് കേട്ടോ, ഇതൊരു വെളിപ്പാടാണ്. ഏതൊരു മനുഷ്യനും ആ മനുഷ്യൻ്റെ ലൈഫിൽ ദൂതന്മാരുടെ അല്ലെങ്കിൽ ഏഞ്ചൽസിൻ്റെ പ്രവർത്തികളെ തൻ്റെ ലൈഫിൽ അനുവദിക്കാൻ കഴിയും, അനുവദിക്കേണ്ടതാണ്. അവരെ ഉൾക്കൊള്ളുന്നെങ്കിൽ മാത്രമേ അവർക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഒന്നുകൂടെ ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് ഫ്രെയിം ചെയ്ത് പറയാം. ഏഞ്ചൽസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ജനിക്കുമ്പോൾ അവർക്ക് ദൈവം 2 ഏഞ്ചൽസിനെ നൽകും. എന്നാൽ എത്ര ഏഞ്ചലിനെ വേണമെങ്കിലും എനിക്ക് എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നിർത്താം. പക്ഷേ വെറുതെ എനിക്ക് 10 എണ്ണത്തിനെത്താ, 50 എണ്ണത്തിനെത്താ, 1000 എണ്ണത്തിനെത്താ, 1 കോടി പറഞ്ഞാൽ അയച്ചു കിട്ടുന്ന ഒന്നല്ല ദൂതന്മാരെന്ന് പറയുന്നത്. ദൂതന്മാർ നമ്മൾ വിളിച്ചാൽ അവിടെ നമ്മുടെ അടുത്ത് വരുന്നതുമല്ല. ദൂതന്മാരെ, ഏഞ്ചൽസിനെ ദൈവത്തിന് ബോധിക്കുന്നവരുടെ അരികിൽ മാത്രമേ അയക്കത്തുള്ളൂ. കാരണം അവരെ അത്രയുമേറെ ദൈവവും റെസ്പെക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ എല്ലാ ക്രിയേഷൻസിനെയും കർത്താവ് സ്നേഹിക്കുന്നു. പ്രത്യേകിച്ച് മനുഷ്യരെ കർത്താവ് സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്താൽ മാത്രമാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. ദൈവത്തിന് ദൂതന്മാരെ കൊണ്ട് പ്രയോജനപ്പെടുത്താൻ, ദൈവത്തിന് വേണ്ടി മാത്രം ദൂതന്മാരെ പ്രയോജനപ്പെടുത്താൻ തീർച്ചയായിട്ടും കഴിയും. പക്ഷേ മനുഷ്യരെ കൂടെ അവരെ ഇൻവിസിബിളാക്കി നിർത്തിക്കൊണ്ട്, ഇൻടാഞ്ചിബിളാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് സ്പർശിക്കാൻ കഴിയുന്ന പല മേഖലകളിലേക്കും അവരുടെ സർവീസ് ദൈവം നമുക്ക് തരുന്നു എന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് മനുഷ്യരോടുള്ള, സൃഷ്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ്. മനസ്സിലാക്കണേ, സ്നേഹം കൊണ്ടാണ്. ഈ ഏഞ്ചൽസിനെ ഞാൻ എൻ്റെ ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം, ഈ ഏഞ്ചൽസിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസിനെയും അവരുടെ ഇമ്പോർട്ടൻസിനെയും അവർക്ക് എൻ്റെ ജീവിതത്തിൽ കൊടുക്കേണ്ട സ്പേസും ഞാൻ നിഷേധിക്കുന്നിടത്തോളം കാലം they won't work. അവർക്കൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടത്തുമില്ല, അവർക്ക് ചെയ്യാൻ സാധിക്കത്തുമില്ല. ദാനിയേലിന്റെ പ്രവചന പുസ്തകം 10-ാമത്തെ അധ്യായം, ദാനിയേലിന്റെ പ്രവചന പുസ്തകം പഴയ നിയമത്തിലാണ്. ശരിക്കും ദൂതന്മാരുമായിട്ടുള്ള അഭിമുഖങ്ങൾ ദൈവഭക്തന്മാർക്ക്
ഉണ്ടായി തുടങ്ങുന്നത്. പഴയ നിയമം മുതലേ അത് നമ്മൾ കാണുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വന്നേ നിങ്ങൾ. ദാനിയേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെ. അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ ഞാൻ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാഴ്സി രാജ്യത്വത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാഴ്സി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടേച്ചു. നിന്റെ ജനത്തിൻ്റെ ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ദർശനം ഇനിയും ബഹുകാലത്തേക്ക് ഉള്ളതാകുന്നു. അവൻ ഈ വാക്കുകളെ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ മുഖം കുനിച്ച് ഊമനായി തീർന്നു. കാരണം നമുക്ക് ദൈവം എത്ര തേജസ്സുള്ളതാണെന്നറിയാം. ദൈവത്തിൻ്റെ അത്രയും തേജസ് ദൂതന്മാർക്കില്ല. എന്നിട്ട് പോലും എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ തേജസ് കുറവാണെന്നല്ല, പല രീതിയിലാണ് അവരെ ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കത് പറയാൻ അറിഞ്ഞുകൂടാ. എൻ്റെ വാക്കുകൾക്കകത്ത് ഒതുങ്ങുന്നതുമല്ല ദൈവത്തിൻ്റെ ക്രിയേഷൻ. പല രീതിയിലാണ്. കണ്ടാൽ ഭയം തോന്നുമെന്ന് ദാനിയേൽ തന്നെ പറയുന്നു, യോഹന്നാൻ പറയുന്നു, യെഹെസ്കേൽ പറയുന്നു. അങ്ങനെ പലരും പറയുന്നുണ്ട്. കണ്ടാൽ ഭയം തോന്നും, പേടിച്ചു. അവരുടെ ശബ്ദം, അവരുടെ രൂപം, അവർ വരുന്ന ഒരു രീതി പേടിച്ചു. അപ്പോൾ വാ തുറന്ന് സംസാരിക്കാൻ പറ്റാത്തതുപോലെ തല കുനിച്ച് നിന്ന് പറയുന്നത് മുഴുവനും കേട്ട് നിൽക്കുന്ന ദാനിയേലിന്റെ പുസ്തകത്തിനകത്ത് വ്യക്തമായി ദൂതൻ തന്നെ അഡ്രസ് ചെയ്യുന്നു. നീ തിരിച്ചറിയേണ്ടതിനും ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കതിനകത്തുനിന്നുള്ള സീഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. ചിലരൊക്കെ തീരെ അങ്ങനെ തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങുന്നൊരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും ഗ്രഹിക്കത്തില്ല. എന്ത് പറഞ്ഞാലും അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ചിന്തിക്കുകയും ബൈബിൾ തുറക്കുകയും ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, ബൈബിളിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഗ്രഹിക്കാനും ധ്യാനിക്കാനും എടുക്കാനും ഉണ്ട്. നമ്മൾ ഒരിക്കലും ഒരു ഏഞ്ചലിനെ, ഞാനിപ്പോൾ സാത്താനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ സാത്താന്റെ ആത്മാവ് ഇവിടം വിട്ടു പോകത്തേയില്ല. സാത്താനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് വിട്ടു പോകത്തേയില്ല. പക്ഷെ ഒരു കാര്യം, അറിയേണ്ട കാര്യവും അവനെ കട്ട് ചെയ്യേണ്ട കാര്യവും, അവനെ തകർക്കേണ്ട വെപ്പണിനെ കുറിച്ച് ഞാൻ പറയുന്നത് വേറെ. അവനെ തകർക്കേണ്ട വെപ്പൺ, അവനെ എങ്ങനെ അറസ്റ്റ് ചെയ്യണം, അവനെ എങ്ങനെ നമ്മൾ ഒതുക്കണം, അവനിൽ നിന്ന് എങ്ങനെ ജയിക്കണം, ആ പ്രീച്ചിങ് വേറെ, ആ ടീച്ചിങ് വേറെ. അല്ലാതെ സാത്താൻ, അരൂപി, അത് ഇത് അവൻ്റെ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ആ ഒരു തലത്തിനകത്തെ നമുക്ക് നിൽക്കാനൊക്കത്തുള്ളൂ. പക്ഷേ ഞാനിവിടെ ഏഞ്ചലിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇത് സൂപ്പർ നാച്ചുറൽ റിലമാണ്. അലർജി ഉണ്ടാവരുത് ആ വാക്കൊന്നും കേൾക്കുമ്പോൾ. ഈ നാച്ചുറൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ കൂടെ നമ്മളെപ്പോലെ പുട്ടും കടലയും കഴിച്ച് ജീവിക്കുന്ന ജീവികളല്ല ഇവർ. അതുകൊണ്ട് ഞാൻ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വല്ലാത്ത ഒരു ഈ പൊട്ടക്കിണറ്റിനകത്തുനിന്ന് നമ്മൾ പുറത്തേക്കൊന്ന് ചിന്തിക്കുക. പഠിക്കാൻ ഇനിയുണ്ട്, മനസ്സിലാക്കാൻ ഇനിയുണ്ട്. തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിതൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇവൻ ഇതെന്തുവാ ഇരുന്ന് പറയുന്നേന്ന് പറയേണ്ടി വരും. അപ്പൊ ഏഞ്ചൽസിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, ദാനിയേലിന് വിസിറ്റേഷൻ ഉണ്ടായി. അപ്പൊ ഇവർക്ക് വിസിറ്റ് ചെയ്യാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ ദാനിയേൽ ആകണമെന്നില്ല എൻ്റെ വീടിനകത്ത് വിസിറ്റ് ചെയ്യാൻ.
പക്ഷെ ദാനിയേൽ സ്വീകരിച്ചതുപോലെ, ദാനിയേൽ അതിനെ ഫേസ് ചെയ്യാൻ താൻ മനസ്സ് വെച്ചതുപോലെ, കേൾക്കാൻ മനസ്സ് വെച്ചതുപോലെ, അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സ് വെച്ചതുപോലെ, അവസാനം യജമാനനെ എന്ന് പറഞ്ഞ് മുട്ടുമടക്കി വീണു. ഈ ശബ്ദം കേട്ടപ്പോൾ പഠിപ്പിക്കാനുള്ള സമയമില്ല. 9-ാമത്തെ അധ്യായം മുതൽ നിങ്ങൾ വായിച്ചു വരണം. ദർശനം കൊടുത്തു, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ, ലോകാവസാനത്തെക്കുറിച്ച്, കർത്താവിന്റെ വരവിനെ കുറിച്ച് ദൈവം റെവലേഷൻ കൊടുത്തു, മെസ്സേജ് കൊടുത്തു ദാനിയേലിന്. അപ്പൊ അവർ വരുന്നതൊരു സന്ദേശം നമുക്ക് കൈമാറാനാ. ദൂതന്മാർ നമ്മുടെ വീട്ടിൽ വരുന്നത് ചിലപ്പോൾ ഒരു കീ ഏൽപ്പിക്കാനായിരിക്കും. ചില വാതിലുകൾ എങ്ങനെ തുറക്കണമെന്ന കീ അവർ നമ്മളോട് സംസാരിക്കും. ചില മേഖലകളിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ലെങ്കിൽ, നമ്മൾ ദൈവസന്നിധിയുമായി ബന്ധമുള്ളവരും പ്രാർത്ഥിക്കുന്ന വ്യക്തിയും ദൈവവചനത്തിനകത്ത് നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, ദൈവം ദൂതനെ നമുക്ക് വേണ്ടി അവിടെ വർക്ക് ചെയ്യാൻ വിടും. പാസ്റ്റർ ദുരുപദേശം പ്രസംഗിച്ചു തുടങ്ങി എന്ന് നിങ്ങൾ പറയാൻ സാധ്യതയില്ല. എന്നെ അറിയുന്നവരാരും പറയത്തില്ല, നിങ്ങൾ പറയാൻ സാധ്യതയില്ല. അല്ല, അഥവാ അങ്ങനെ എങ്ങാനും ഒരു ചിന്തയുണ്ടെങ്കിൽ ഇതും കൂടെ കേട്ടോ. ദൂതൻ ഓപ്പൺ ചെയ്ത ഏത് ചരിത്രമുണ്ട് മിസ്റ്റർ ദീപു എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, പത്രോസിനെ ആരാ കാരാഗ്രഹത്തിനകത്തുനിന്ന് പുറത്തിറക്കിയത്? പത്രോസിനെ അൺലോക്ക് ചെയ്യാനുള്ള കീ ആർ കൊടുത്തു? ആരും കൊടുത്തില്ല, ദൂതൻ കൊണ്ടാ വന്നേ. അപ്പൊ ദൂതൻ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി. ദൂതന്റെ പുറകെ പത്രോസ് പോയപ്പോ 1-ാം വാതിൽ, 2-ാം വാതിൽ, 3-ാം വാതിൽ, പട്ടണത്തിലേക്കുള്ള പ്രധാന കവാടം താനേ തുറന്നു എന്ന് തിരുവെഴുത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ദൂതൻ താനേ വന്ന് തുറന്നിറക്കിയതല്ല, ദൂതനെ അയച്ച ഒരു ദൈവം ഉള്ളത് കൊണ്ടും, ദൈവം പറഞ്ഞാൽ ചെയ്യുന്ന ഒരു സേവകാത്മ ഉള്ളത് കൊണ്ടും അത്രേ സ്വാതന്ത്ര്യത്തോടെ വേല ചെയ്യേണ്ട ഒരു കർത്തൃദാസൻ കാരാഗ്രഹത്തിനകത്ത് കിടക്കണ്ട എന്ന് ദൂതനും കൂടെ തീരുമാനിച്ചത്. ഇന്ന് ആത്മാവിൽ ഞാനൊരു കാര്യം പറയുന്നു. ഇന്ന് ഹെവൻലി വിസിറ്റേഷൻ ചിലരുടെ വീടുകൾക്കകത്തുണ്ടായാൽ, ദൂതന്മാർ ഏഞ്ചലിക് വിസിറ്റേഷൻ വീടുകൾക്കകത്തുണ്ടായാൽ, ഏഞ്ചലിക് വിസിറ്റേഷൻ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അടഞ്ഞു കിടക്കുന്ന വാതിലിന്റെ താക്കോലും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതെങ്ങനെ തുറക്കുമെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇന്ന് ദൂതൻ ഇറങ്ങി വാതിലുകളും വഴികളും തുറന്നിരിക്കും. അവർ സേവകാത്മാക്കളാണ്. ഞാൻ വീണ്ടും പറയുന്നു, ആർക്കാ? എല്ലാവർക്കും അല്ല. രക്ഷിക്കപ്പെടുന്ന നമുക്ക്, രക്ഷിക്കപ്പെട്ട നമുക്കുള്ള സേവകാത്മാക്കളാണ് ഏഞ്ചൽസ്. അപ്പോ ദാനിയേലിനോട് ദൂതൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത്, നീ തിരിച്ചറിയേണ്ടതിന്. അപ്പൊ നമുക്ക് ദൂതന്മാർ ചില കാര്യങ്ങളെ തിരിച്ചറിയിച്ചു തരും. തെറ്റിദ്ധരിക്കണ്ട, ദാനിയേൽ മനസ്സ് വെച്ചതുകൊണ്ടാണ് ദൂതൻ അത് സംസാരിക്കാൻ പറ്റിയത്. ഏത് കാര്യവും മനസ്സ് വെക്കണം. വേണ്ട, നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് സംസാരിക്കാം. ഒന്നുകൂടെ അത് വാക്യം വായിക്കാം. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ ഭയപ്പെടണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. അപ്പൊ ദൂതന്മാർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. ശ്രദ്ധിക്കണേ, കാരണം എപ്പോഴും രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് ചുറ്റും ഏഞ്ചൽസ് ഉണ്ട്, പക്ഷെ പലരും അറിയുന്നില്ല. ദൂതന്മാരുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ഞാൻ ഈ ചെയ്യുന്ന മിനിസ്ട്രിയിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചപ്പോൾ നിങ്ങൾ എന്നെ നോക്കുന്നത് പോലെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന അവരൊരു പക്ഷേ ഇവിടെ ആയിരിക്കാം, ഈ വശത്തായിരിക്കാം, ഒരുപക്ഷെ മറ്റു ചിലർ എൻ്റെ ഈ ഫ്രണ്ടിൽ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും എൻ്റെ റൂമിനകത്ത് ഏഞ്ചൽസ് ഉണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നു. ഈ റൂമിനകത്ത് ഏഞ്ചൽസ് ഉണ്ട്. എസ്പെഷ്യലി ഞാൻ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ കേൾക്കും, അവർ ശ്രദ്ധിക്കും, എല്ലാം ശ്രദ്ധിക്കും. ഞാൻ ഇന്ന് അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കേൾക്കും. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ അവർക്ക് പറ്റും, ഞാൻ ചെയ്യുന്നത് കാണാൻ അവർക്ക് പറ്റും, ഞാൻ അടുത്തത് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അവർക്ക് സ്വന്തമായിട്ട് അവരൊരു ഡിസിഷൻ എടുക്കത്തില്ല. കാരണം അവരെല്ലാ ഡിസിഷനും ദൈവത്തിങ്കിൽ നിന്ന് കേട്ട് ചെയ്യുന്നവരാണ്. ദൈവം ഇച്ഛിക്കാത്തത് ചെയ്ത ഒരു ഏഞ്ചലാണ് ലൂസിഫർ. അതുകൊണ്ടാണ് അവന്റെ സ്ഥാനം ഇന്ന് സ്വർഗത്തിലില്ലാത്ത, അവന്റെ സിംഹാസനം അവിടെ ഇല്ലാത്ത. അപ്പോ ഇതും അറിയാവുന്ന ദൂതന്മാരാണ്. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ദൈവത്തിന്റെ കോപം പിടിച്ചു പറ്റുന്ന, പിണക്കം പിടിച്ചു പറ്റുന്ന ഒരു പരിപാടി ഒരു ചെറിയ ഏഞ്ചൽ ആണെങ്കിലും വലിയ ഏഞ്ചൽ ആണെങ്കിലും ചെയ്യത്തില്ല. അവർ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടേഴ്സും കൂടെയാണ്.
ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടേഴ്സും കൂടെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കാര്യങ്ങളും മറ്റും പ്രാർത്ഥനകളും എല്ലാം ദൈവസന്നിധിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ദൂതന്മാരുണ്ട്. ഞാൻ ഏതവസ്ഥയിലാണെന്ന് ദൈവത്തോട് ചെന്ന് സംസാരിക്കുന്ന ദൂതന്മാരുണ്ട്. ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എഴുതി വെക്കുന്ന ദൂതനുണ്ട്. ഞാൻ ചെയ്യുന്ന പന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുന്ന ദൂതനുണ്ട്. ഹല്ലേലൂയ. അവർ സേവകാത്മാക്കൾ എന്ന് പറയുമ്പോൾ they have their own responsibilities. അവർ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവരാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ അവർ ഭയങ്കരമായിട്ട് ഹാർഡ്ഷിപ്പ് ഇടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രാർത്ഥനയിൽ ഭയങ്കരമായിട്ട് അത്യധ്വാനം ചെയ്യുന്നവരോട് ഭയങ്കര താല്പര്യം, ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ ദാനിയേലിനോട് പറഞ്ഞു, നീ മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാഴ്സി രാജ്യത്വത്തിന്റെ പ്രഭു 21 ദിവസം. ഓക്കെ, അതിനെക്കുറിച്ച് താഴേക്ക് പറയുന്നു. അപ്പോൾ ഒരു ഏഞ്ചൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിലും, ഒരു ഏഞ്ചലിൻ്റെ സർവീസ് ഒരു ലൈഫിൽ ആക്ടിവേറ്റ് ആകണമെങ്കിലും, ഒന്ന്, നമ്മൾ ആ കാര്യം ബൈബിളിലുണ്ട് എന്ന് വിശ്വസിക്കണം. 2, അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. ഏത് കാര്യവും ഇങ്ങനൊരു സംവിധാനം ബൈബിളിലുണ്ട്. അടഞ്ഞ ഡോറ് തുറക്കുന്ന ദൂതന്മാരുണ്ടോ? എന്നാ പിന്നെ കർത്താവ് ഒരു 25 അയച്ചേക്ക്. 25 പേരെ കൊണ്ട് നടക്കാതെ വരുമ്പോൾ ഞാനൊരു 25 കൂടെ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരുന്നേച്ച് കാലുമേ കാലുമിട്ട് ഇരുന്നേച്ച് ദൂതനെ അയച്ച് വഴി തുറക്കാനൊന്നും പറ്റുകയില്ല. ഏത് ദൂതൻ വരണമെങ്കിലും ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ NOC മേടിക്കണം. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കണം. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഏഞ്ചൽ സർവീസ് അനുഭവിക്കാൻ ഞാൻ യോഗ്യനാണ് എന്നുള്ള ഒരു NOC ദൈവം കൊടുത്താൽ മാത്രമേ ദൂതൻ നമ്മുടെ അടുത്ത് ഇറങ്ങത്തുള്ളൂ. കണ്ടെടുത്തും ഇഷ്ടമുള്ളിടത്തും ദൂതനെ ദൈവം അയക്കത്തില്ല, ഇറക്കത്തില്ല. അവർ വരണം. അവരെ അയക്കണമെങ്കിൽ അവർ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ട് എന്ന് ദൈവത്തിന് തോന്നണം. എപ്പോഴാണ് ദൂതന്മാരുടെ പ്രവൃത്തികൾ ആക്ടിവേറ്റ് ആയി തുടങ്ങുന്നത്? എപ്പോഴാണോ ഒരു മനുഷ്യൻ എങ്ങനെ അതിനെ പറയും, എപ്പോഴാണോ ഒരു മനുഷ്യൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവനും ഡെഡിക്കേഷൻ ഉള്ളവനും വിശ്വാസമുള്ളവനും ആയിത്തീരുന്നുവോ, ആ സെക്കൻഡ് മുതൽ ദൂതന്മാരുടെ ഫങ്ഷൻസ് ആരംഭിച്ചു തുടങ്ങും. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിശക്തമായ യുദ്ധങ്ങൾ സംഭവിക്കും. അന്തരീക്ഷ മണ്ഡലങ്ങളിൽ അതിശക്തമായ യുദ്ധങ്ങളുണ്ടാകും. എൻ്റെ വാക്കുകൾ ദൂതന്മാർക്കും ഒരു ഭയങ്കര പവറാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രാർത്ഥനയിൽ എഴുന്നേൽക്കുന്ന അല്ലെങ്കിൽ ഇളക്കം തട്ടുന്ന ദൂതന്മാർ ദുരാത്മാക്കൾ നിശ്ചയമായിട്ടും എൻ്റെ പ്രാർത്ഥനയെ തടഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കും. ഈ പ്രാർത്ഥന എനിക്ക് വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്ന ഏഞ്ചൽസ് തടയാതിരിക്കാൻ വേണ്ടി ദുരാത്മാക്കളുമായി യുദ്ധം ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എസ്പെഷ്യലി ഈ വേർഡ് സർവീസിൻ്റെ ഇടയിൽ, ഈ വചന ശുശ്രൂഷയുടെ ഇടയിൽ നമ്മൾ അറിയുന്നില്ല, പക്ഷെ അദൃശ്യ മണ്ഡലത്തിനകത്ത് ഇവൻ ഇനി ഒരു വെളിപ്പാടും മേളിൽ നിന്ന് എടുക്കരുത്, ഇവൻ ഇനി ഇത് കൊടുക്കരുത്, അവർക്ക് ഈ ജനത്തിൽ ഒരെണ്ണം പോലും ഇത് ഗ്രഹിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അതിനെ തടയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ എല്ലാം നമുക്ക് പോലും പേരറിയാത്ത ദൂതന്മാരെ ദൈവം അയച്ച് അതിനെ എല്ലാം ബ്രേക്ക് ചെയ്തിട്ടാണ് ഓരോ സംഗതികൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്, ഞാൻ എടുത്ത് ഇവിടുന്ന് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഈ സർവീസ് ലൈവാ, ഈ സർവീസ് നമുക്ക് ലൈവാ. പിന്നെ ഇത് മോർണിംഗ് 9 AM ടു ഈവനിങ് 6 PM വരെയുള്ള സർവീസും അല്ല, ഇത് 24/7 ആണ്. ഏത് സമയത്ത് നമുക്ക് ദൂതന്മാരുടെ സർവീസ് ലഭ്യമാണ്. ഇത് സംഭവിക്കുന്നത് പ്രേയർ ലൈഫിനകത്താണ്. ഏത് ലൈഫിനകത്താ? പ്രേയർ ലൈഫിനകത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ദൂതൻ്റെ ഒരു സർവീസ്, ദൂതൻ്റെ ഒരു പ്രവൃത്തി, ഒരു ഏഞ്ചലിൻ്റെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയിലാണ് അതിൻ്റെ ആക്ടിവേഷൻ കീ. ഒരു മനുഷ്യൻ്റെ പ്രയർ പോയിന്റിനകത്ത് ദൈവം നൽകുന്നത് നമ്മുടെ ഏതൊക്കെയോ പ്രയർ പോയിന്റുകളിലൂടെ അതിൻ്റെ ആക്ടിവേഷൻ കീ യൂസ് ചെയ്താണ് ദൈവം നമുക്ക് ആ ഒരു അവകാശം,
അവകാശം. അത് നമ്മുടെ അവകാശമാണ്. മനസ്സിലാക്കണം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദൂതന്മാരുടെ മിനിസ്ട്രി നമ്മുടെ അവകാശമാണ്. നിത്യത എൻ്റെ അവകാശമാണോ? ആന്നു. അതിന് ഞാൻ നിത്യതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കർത്താവിൻ്റെ കൂടെ പോയി വാസസ്ഥലം ഒരുക്കാൻ കട്ടയെടുത്ത് കൊടുത്തോ? ഇല്ല. നമ്മളത് എങ്ങനെ മനസ്സിലാക്കി? വേർഡിലൂടെ മനസ്സിലാക്കി. നമ്മളത് വിശ്വാസത്താൽ വിശ്വസിക്കും. സെയിം വേ ദൂതന്മാരുടെ ഏഞ്ചലിക് മിനിസ്ട്രി എൻ്റെ അവകാശമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ ആ സർവീസ് എൻ്റെ തന്നെ പ്രെയർ പോയിന്റിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ആക്ടിവേറ്റ് ചെയ്തു തരുന്നു. അവർ എന്നെ ശുശ്രൂഷിക്കാൻ തുടങ്ങുന്നു. സെക്കൻഡ് തിങ്, വചനം സംസാരിക്കുന്നതിലൂടെ ദൂതന്മാർക്ക് നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ഇഷ്ടം വർദ്ധിക്കും. ആർക്കാണെങ്കിലും ഇപ്പം എൻ്റെ കൂടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഒരുപാട് ദൈവമക്കളുണ്ട്. രാജൻ ബ്രദറുണ്ട്, അന്നമാൻഡി ഉണ്ട്, അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞ് എല്ലാവരും പറയണം. ഒരുപാട് ദൈവമക്കൾ എൻ്റെ കൂടെ വർഷങ്ങൾ കൊണ്ട് 5 വർഷം കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ. 5 വർഷം കൊണ്ട് നമ്മുടെ ഈ വർഷം നമുക്ക് 5 വർഷം തികയുക ഈ മാസം നമ്മുടെ ഈ മീറ്റിംഗ് തുടങ്ങിയിട്ട്. അപ്പം 5 വർഷം കൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന, നമ്മുടെ ഈ കൂട്ടായ്മയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന, ഇത് സ്വന്തമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് എൻ്റെ കൂടെ ചേർന്ന് നിൽക്കണമെന്ന് തോന്നണം, 1. 2, എനിക്ക് അവരെ നിർത്തണമെന്നും തോന്നണം. 2 ഉണ്ട്. ശരിയല്ലേ? 2 ഉണ്ട്. അവർക്ക് എൻ്റെ കൂടെ നിൽക്കണമെന്ന് തോന്നണം. 2, അവർ നിന്നിരുന്നെങ്കിൽ അവർ നിന്നാൽ കൊള്ളാം, അവർ വളരാനുള്ളവരാ എന്ന് എനിക്കും തോന്നണം. ഈ 2 ഉണ്ടെങ്കിലേ നിൽപ്പ് നടക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ ഏഞ്ചൽസിൻ്റെ കാര്യവും. 1, അവർക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ തോന്നണം. നമ്മൾ അതിനുള്ളൊരു സ്പേസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ദൈവസന്നിധി റിപ്പോർട്ട് ചെയ്ത് അവർ മാറും. കാര്യം എന്നാ? ഞാൻ ഈ വേണ്ടാത്ത കാര്യങ്ങൾക്കകത്തെല്ലാം ചെന്ന് മുങ്ങുവാണെങ്കിൽ എൻ്റെ കൂടെ മുങ്ങാൻ അവരെ കിട്ടത്തില്ല. കാരണം അവർ ഹോളിയിൽ നിൽക്കുന്നവരാണ്. കാരണം എന്നാ? അവരെന്നാ ഹോളിയിൽ നിൽക്കുന്നു എന്ന് പാസ്റ്റർ ഇത്ര ഇത് പറയുന്നത്? ഹോളിയുടെ ഉടമസ്ഥന്റെ മുമ്പിൽ നിൽക്കുന്നവരവര്. വിശുദ്ധന്റെ മുമ്പിൽ നിന്ന് ആരാധിക്കുന്നവരവര്. അയ്യോ ഇന്ന് ദീപു പാസ്റ്ററുടെ കൂടെ ആയിപ്പോയി, പുള്ളിക്ക് ഇന്ന് കുറച്ച് കൂടുതൽ ശുശ്രൂഷ കൂടുതൽ ചെയ്തു കൊടുക്കണമായിരുന്നു, അതുകൊണ്ട് ഇന്ന് ആരാധിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നവരല്ല. അവർ എവിടെ നിന്നാലും ദൈവമുഖം കണ്ടോണ്ടേ നിൽക്കുന്നവരാ. അവർ ദൈവമുഖം കണ്ടോണ്ടേ നിൽക്കുന്നവരാ. അവർ ദൈവ സന്ദേശത്തിന് അനുസരിച്ച് മൂവ് ചെയ്യുന്നവരാ. അപ്പോ ഞാൻ മുങ്ങുന്നിടത്തെല്ലാം പോയി മുങ്ങാൻ അവരെ കിട്ടൂല. ഞാൻ കുടിക്കുന്നിടത്തെല്ലാം പോയി കുടിക്കാൻ അവരെ കിട്ടൂല. ഞാൻ കഴിക്കുന്ന എല്ലാം കഴിക്കാൻ അവരെ കിട്ടൂല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കൾച്ചറുണ്ട്. അവർക്ക് അവരുടേതായ ഒരു കൾച്ചറുണ്ട്. ഈ ഡിവൈൻ കൾച്ചർ എപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ അഡോപ്റ്റ് ചെയ്യുന്നു, ഈ ഡിവൈൻ കൾച്ചർ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോൾ ആക്ടിവേറ്റ് ചെയ്യുന്നു, അപ്പോഴാണ് ദൂതന്മാരെയും ദൈവം എൻ്റെ ലൈഫിൽ ആക്ടിവേറ്റ് ചെയ്തു തരുന്നത്. പിടിയിട്ടുന്നേ ഞാൻ പറയുന്നേ. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് ഇന്ന് എനിക്ക് പണിക്ക് പോകാൻ വയ്യ, 10 ദൂതന്മാരെ അയച്ച് എൻ്റെ വീട്ടിൽ സമ്പത്ത് കൊണ്ടുവരണേ. ഇത് മടിയന്റെ പ്രാർത്ഥന മുടിഞ്ഞു പോവാനാ. മടിയന്റെ പ്രാർത്ഥനയാണ്. മുടിയനായ പുത്രനെ കുറിച്ച് നമ്മൾ പറയുമല്ലോ. അവൻ അപ്പനുണ്ടാക്കി എല്ലാം കൂടെ എടുത്തോണ്ട് അവൻ പോയി. അപ്പനാ ഉണ്ടാക്കിയേ, നീ ചെലവഴിച്ച തീരും. നീ ഉണ്ടാക്കിയാൽ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നുന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോ ആ ഡിവൈൻ കൾച്ചർ ഞാൻ കാത്തു സൂക്ഷിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുമ്പോൾ അവർക്ക് കൂടുതൽ എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കാൻ ഇഷ്ടമുണ്ടാവും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ 2 ചിറക് വെച്ച് നല്ല സുന്ദരി പാവയെ പോലെ, കുക്കുടു പാവയെ പോലെ ഇരിക്കുന്ന മാലാകമാർ ഉണ്ടാവും. കൊച്ചു മാലാകമാരൊക്കെ ഉണ്ടാവും, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ കണ്ടിട്ടുമില്ലല്ലോ. ഉണ്ടാവും, ഇല്ലാതെ ഒന്നും ഇരിക്കത്തില്ല. പക്ഷെ കണ്ടവർ, അവർ പ്രധാനപ്പെട്ട ദൂതന്മാരെയാണ് കണ്ടത്. പക്ഷെ കണ്ടവരെല്ലാം ഭയം എന്താന്ന് വെച്ചാൽ ആ ഒരു ഹോളിനെസ് ആട്ടോ. അത് നമ്മുടെ ഈ കണ്ണിന് താങ്ങാൻ പറ്റാത്ത പ്രകാശം.
ചെവിക്ക് കേൾക്കാൻ പറ്റാത്തത്രയും ശബ്ദം, ഒരു പ്രത്യേക ഒരു അവർ വരുമ്പോൾ ഉള്ളൊരു സറൗണ്ട്. ഇതൊന്നും ഒരു സാധാരണ ഒരു മനുഷ്യന്, ഒരു ഭൂമിയിലെ ജീവികളായ നമുക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ കാരണം. അല്ലാതെ അവർ പേടിപ്പിക്കുന്ന രൂപമാണെന്നൊന്നും അല്ല. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന, ഇപ്പം നിങ്ങൾ എന്നെ കണ്ടാലും പേടിക്കത്തില്ല, ഞാൻ നിങ്ങളെ കണ്ടാലും പേടിക്കത്തില്ല. പക്ഷെ അതിനേക്കാൾ വ്യത്യസ്തമാകുന്ന ഒരു ഫേസ്, രീതി, കണ്ണ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആദ്യമായിട്ട് കാണുന്നില്ല, അന്നേരം പേടിക്കുന്നതാണ്. അതാണ് ഈ പല വിശുദ്ധന്മാർക്കും ഈ തിരുവെഴുത്തിനകത്ത് സംഭവിച്ചത്. അങ്ങനെയുള്ള ജീവികളെ, സറാഫുകളെ ദൈവം സൃഷ്ടിച്ചു, കെരൂബുകളെ ദൈവം സൃഷ്ടിച്ചു. അപ്പൊ അങ്ങനെയുള്ള ദൂതന്മാരെ നമ്മുടെ അരികിലേക്ക് ദൈവം അയക്കുമ്പോൾ നമുക്കൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് ദൈവം കരുതുന്നു. ആ ക്വാളിറ്റിയുള്ള നമ്മൾ സംസാരിക്കേണ്ടത് വചനമാണ്. അവർ നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ വചനത്തിൽ നിൽക്കുന്നവരായിരിക്കണം. കാരണം അവർ വചനപ്രകാരമുള്ളവരാ. ദൂതന്മാർ ദൈവം വെറുതെ ഒരു ദിവസം സ്വപ്നം കണ്ടപ്പോൾ ഉണ്ടാക്കിയവരല്ല. അവർ വചനപ്രകാരമുള്ളവരും അവർ വചനത്തിനകത്തുള്ളവരുമാണ്. അവർ വചനപ്രകാരമുള്ളവരും അവർ വചനത്തിനകത്തുള്ളവരുമാണ്. പെട്രോളിൽ ഓടുന്ന എൻ്റെ കാറിന് ഡീസൽ അടിച്ചാൽ വിവരം അറിയുന്ന പോലെ പിന്നെ ആ വണ്ടി ഞാൻ എവിടെയെങ്കിലും തൂക്കി വിൽക്കാൻ കൊടുത്താൽ മതി, അത്രയും കരി കയറി നാശമാകും. പോലെ വചനപ്രകാരമുള്ളവരും വചനത്തിലുള്ളവരുമാകുന്ന ദൂതന്മാർ, ഏഞ്ചൽസ് നമ്മുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വചനത്തിൽ നിൽക്കുന്നവരായിരിക്കും. വചനം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറയുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായാലും, വചനം ആരാധിക്കാൻ പറയുന്നവരെ ആരാധിക്കുന്നവരായാലും അവർ നമ്മുടെ കൂടെ നിൽക്കും. അതിനപ്പുറം നമ്മൾ അധിക പ്രസംഗിയായാലോ ധന്യഷ്ടക്കാരനായാലോ അവരുടെ സർവീസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ന്യായമായിട്ടും ദൈവം വിലക്കും. കൊർന്നല്യോസ് വീടിനകത്ത് പ്രാർത്ഥിച്ചു. കൊർന്നല്യോസിന്റെ വീടിനകത്ത് ദൂതനെ ദൈവം അയച്ചു. ആ ദേശത്തിന്റെ ഉണർവിന് വേണ്ടിയിട്ടാണ് ശതാധിപനായ കൊർന്നല്യോസ് പ്രാർത്ഥിച്ചത്. താനും തൻ്റെ കുടുംബവും ദൈവഭക്തിയുള്ളവരായിരുന്നു. ആ ദേശത്ത് ദൈവവചനം ഇല്ലാഞ്ഞു. ആ ദേശത്ത് ജാതീയർ ജീവിച്ചിരുന്നു. ഇവർ ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ചു. ഒരു ഉണർവ് കൊർന്നല്യോസിന്റെ വീടിനകത്ത് ഉണ്ടായതിന്റെ കാരണം ദൂതനെ അനുവദിച്ചപ്പോഴാണ്. ഏഞ്ചൽ ആ വീടിനകത്ത് ഇറങ്ങി. ഏഞ്ചൽ ഗൈഡൻസ് നൽകി. എന്താ നൽകി? ഗൈഡൻസ് നൽകി. എന്താ? നീ യോപ്പയിൽ ആളയച്ച് പത്രോസിനെ വരുത്തണം. അപ്പോൾ ഏഞ്ചൽ സർവീസ് എന്ന് പറയുന്നത് നമുക്ക് ചില കാര്യങ്ങൾക്ക് ഗൈഡൻസും കൂടെ തരും. നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ ദേ മിഠായി വന്നേ എന്ന് പറയുന്ന കളി മാത്രമല്ല കേട്ടോ ദൂതൻ കളിക്കുന്നേ. നമുക്ക് ഗൈഡൻസ് തരും. ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഐഡിയ തരും. ഇത് ദൈവം പറഞ്ഞിട്ട് വന്ന ദൂതനാ. നീ യോപ്പയിൽ ആളയച്ച്, തീർന്നില്ല, യോപ്പയിൽ ആളയച്ച് നീ പത്രോസിനെ വിളിച്ച് പ്രസംഗം കേൾക്കണം. ഇത്രേ ദൂതൻ ഇറങ്ങി പറഞ്ഞുള്ളൂ. യോപ്പയിൽ ആളയച്ചു, പത്രോസ് വന്നു, ജാതികളെ കൊണ്ട് ആ വീട് നിറച്ചു. ഇതെല്ലാം ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ നടന്ന കാര്യമാണ്. ഒരു റിവൈവൽ, ഒരു ഹോളി സ്പിരിറ്റ് റിവൈവൽ കൊർന്നല്യോസിന്റെ വീടിനകത്ത് നടക്കുക. അടുത്ത കാര്യം പറയാം. ഒരു പത്രോസ് എന്ന് പറയുന്ന മനുഷ്യന് യഹൂദന്മാരുമായിട്ടല്ലാതെ മറ്റ് ജാതികളുമായിട്ട് സമ്പർക്കം പാടില്ല എന്ന് അവരുടെ വിശ്വാസത്തിലുണ്ട്. പക്ഷേ അതിനു മുന്നേ ദൈവം ആ വിശ്വാസത്തെ തിരുത്തുന്ന ഒരു ദർശനം പത്രോസിന് കൊടുത്ത ജാതികളുടെ ഇടയിലേക്ക് ദൈവം പത്രോസിനെ അയച്ചത്. ഒരു ഏഞ്ചലിനെ ഇറക്കി ദൈവം ചെയ്തൊരു ശുശ്രൂഷ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവിടെ വന്ന് പത്രോസ് യേശുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ദൂതനെ കുറിച്ചല്ല. പത്രോസിന്റെ അടുത്തും ദൂതൻ ഇറങ്ങി. പത്രോസിനെയും ദൂതൻ ഇറക്കിയിട്ടുണ്ട്. അവിടെ ദൂതനെ കുറിച്ച് ഉയർത്തിയില്ല, ദൂതനെ കുറിച്ച് പ്രസംഗിച്ചില്ല. കർത്താവായ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ, വായ് തുറന്ന് പ്രസ്താവിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ജാതികളുടെ മേൽ വ്യാപരിച്ചു. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് ഇറങ്ങാൻ ആദ്യത്തെ അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ദൂതനാണ്. ഹോളി സ്പിരിറ്റ് കൊർന്നല്യോസിന്റെ വീടിനകത്ത് ഇറങ്ങാൻ, നേരെ പറയാം, ഹോളി സ്പിരിറ്റ് കൊർന്നല്യോസിന്റെ വീടിനകത്ത് ഇറങ്ങാനും ഹോളി സ്പിരിറ്റ് ഇറങ്ങാനുള്ള വഴി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ദൂതൻ ഇറങ്ങാനുമുള്ള
ആദ്യത്തെ പടി അല്ലെങ്കിൽ വാനം വെട്ടെന്ന് പറയാം എന്തുവായിരുന്നു എന്ന് ചോദിച്ചാൽ കൊർന്നല്യോസിന്റെ പ്രേയർ ആയിരുന്നു, പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലാണ് ദൂതനെ ദൈവം അയച്ചത്. ദൂതനാണ് കീ കൊടുത്തത്. എടാ, യോപ്പയിൽ 3 ദിവസമുണ്ട്, 3 ദിവസമുണ്ട് ഇറ്റലിയിൽ നിന്ന് അവിടേക്ക് പോകാൻ, യോപ്പയിലേക്ക് പോകാൻ. അവിടെ 3 ദിവസം വഴിദൂരം ചെന്ന് നീ പത്രോസിനെ വിളിച്ചുകൊണ്ട് വന്ന് നീ ഇവിടെ ഒരു കൺവെൻഷൻ നീ വെക്കണം, നീ ഒരു ദൈവവചന നീ ഇവിടെ പ്രസ്താവിപ്പിക്കണം, അവന്റെ പ്രസംഗം നീ കേൾക്കണം എന്ന് പറഞ്ഞ് പത്രോസിനെ വരുത്തി സംസാരിക്കാനുള്ള കീ ദൈവം കൊടുത്തുവിട്ടത് ദൂതന്റെ കയ്യിലാണ്. അവിടെ അത് സംസാരിച്ച് കഴിഞ്ഞപ്പോ ഹോളി സ്പിരിറ്റ് അവിടെ ഇറങ്ങാൻ കാരണവും ഈ കീ കൊർന്നല്യോസ് വാങ്ങിയത് കൊണ്ടാണ്, പത്രോസിനെ വിളിച്ചത് കൊണ്ടാണ്, പ്രസംഗത്തിനുള്ള അവസരം കൊടുത്തതുകൊണ്ട്. ഞാൻ ദൈവാത്മാവിലൊരു കാര്യം പറയട്ടെ, ദൂതൻ ഇറങ്ങണമെങ്കിലും പത്രോസ് വരണമെങ്കിലും ഹോളി സ്പിരിറ്റ് വെളിപ്പെടണമെങ്കിലും അഭിഷേകം വ്യാപരിക്കണമെങ്കിലും ഒരുക്കപ്പെട്ട ഒരു സ്പേസ് ഉണ്ടാവണം. ഒരുക്കപ്പെട്ട ഒരു സ്പേസ് ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് ചിന്തിച്ചു നോക്ക്. കൊർന്നല്യോസിന് പ്രാർത്ഥനയ്ക്ക് ഒരു സ്പേസ് ഇല്ലായിരുന്നെങ്കിൽ ദൂതനുമായിട്ട് ദൂതൻ ഇവിടെ പ്രാധാന്യമില്ല. ദൂതൻ അവിടെ ഇറങ്ങിയതിന് ശേഷം ദൂതൻ പറഞ്ഞ വാക്ക് പോലെ പത്രോസിനെ വിളിക്കാൻ മനസ്സില്ലായിരുന്നെങ്കിൽ പത്രോസിന് ഇവിടെ ഒരു പ്രാധാന്യമില്ല. പത്രോസിനെ വിളിച്ച് പ്രസംഗത്തിന് അവസരം കൊടുക്കാതെ പുള്ളിയെക്കുറിച്ച് പൊക്കിത്തട്ടിക്കൊണ്ടിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന് ഇവിടെ യാതൊരു. മോനെ, നമ്മളെ ദൈവം വിളിച്ചേക്കുന്നത് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. നമ്മളെക്കുറിച്ച് പൊക്കണ്ട. എന്നോട് പലരും പറയും സാക്ഷ്യം പറയണമെന്ന്. സാക്ഷ്യം ഞാൻ പറയുന്നുണ്ട്. ഒരിക്കൽ ഞാൻ സാക്ഷ്യം പറയാൻ നിന്നാൽ കുറേ ഉണ്ട്. എൻ്റെ ജീവിതമേ സാക്ഷ്യമാണ്, ഞാനിപ്പോൾ സംസാരിക്കുന്നതും സാക്ഷ്യമാണ്, എല്ലാം സാക്ഷ്യമാണ്. എനിക്ക് എന്നും സാക്ഷ്യമേ ഉള്ളൂ. അല്ല, അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലായിട്ട് വന്നിട്ട് അങ്ങനെ അങ്ങ് തീരുന്നൊരു കാര്യമല്ല. എന്നും സാക്ഷ്യമാണ്. എന്നും ദൈവം ചെയ്യുന്നതേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ, ദൈവം തരുന്നതേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ, ദൈവം തന്നതേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അപ്പൊ സാക്ഷ്യമാണ്. അപ്പൊ ഞാൻ സാക്ഷ്യം പറഞ്ഞ് തീർക്കാനൊക്കെ അതിൽ എന്നും പറയേണ്ടി വരും. ഹല്ലേലൂയ. എനിക്ക് കൂടുതലും ഇഷ്ടം, ഞാൻ പല സഭകളിലൊക്കെ ദൈവദാസന്മാർ വിളിക്കാൻ പറയും, പാസ്റ്റർ സാക്ഷ്യം കൂടെ ഒന്ന് ഇങ്ങനെ പറയും. എനിക്ക് കൂടുതലും ഇഷ്ടം, എന്നെ തെറ്റിദ്ധരിക്കരുതേ. എനിക്ക് കൂടുതലും ഇഷ്ടം ദൈവവചനം സംസാരിക്കാനാണ്. എനിക്ക് കർത്താവിനെ കുറിച്ച് പറയാനാണ് കൂടുതൽ ഇഷ്ടം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെയാ ഞാൻ പക്ഷെ സാക്ഷ്യം പറയാറുണ്ട്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് തൊട്ട് വെക്കാറുണ്ട്. എനിക്ക് അതാ ഇഷ്ടം. അല്ലാതെ ചുമ്മാതെ ഞാൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനായിരുന്നു അതായിരുന്നു. എനിക്കറിയാം അത് കേൾക്കുമ്പോൾ ഭയങ്കരമാകുന്നൊരു മോട്ടിവേഷൻ ഉണ്ടാകും നിങ്ങൾക്ക്. അത് ഞാൻ ഒരു ദിവസം അതിനുവേണ്ടി ഞാൻ മാറുന്നുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ഒരു ടെസ്റ്റിമണി തയ്യാറാക്കുന്നുണ്ട്. പക്ഷെ എന്തോ കൂടുതലൊരു താല്പര്യം വരുന്നില്ല അത് ചെയ്യാൻ. അതുകൊണ്ടാണ് എനിക്ക് അതിനേക്കാൾ ഞാൻ ചിലപ്പോൾ ഒരു ഷോർട്ട് മെസ്സേജ് ചെയ്യും, ഞാൻ 5 മിനിറ്റുള്ളൊരു വീഡിയോ ചെയ്യും, 10 മിനിറ്റുള്ളൊരു വീഡിയോ ചെയ്യും, അത് ജനം കേൾക്കട്ടെ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മൈൻഡാണ് എൻ്റെത്. പക്ഷെ എന്തായാലും ഞാൻ സാക്ഷ്യം ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോ പത്രോസിനെ പ്രസംഗിക്കാൻ വിളിച്ചിട്ട് കൊർന്നല്യോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നെങ്കിലോ? പത്രോസിനെ പ്രസംഗിക്കാൻ വിളിച്ചിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ അവിടെ സംസാരിച്ച് പ്രസംഗത്തിൻ്റെ സമയം കുറച്ചിട്ട് വേറെ കുറേ കാര്യങ്ങൾ ഇടയ്ക്ക് കയറ്റി അവസാന പ്രസംഗത്തിന് കഷ്ടി 25 മിനിറ്റ് കൊടുത്തെങ്കിലോ? അവിടെ എന്തോ വ്യാപാരം ഉണ്ടാവും, അവിടെ എന്തൊരു ഹോളി സ്പിരിറ്റ് ഉണ്ടാവും. ഹല്ലേലൂയ. അവിടെ എന്ത് പ്രവൃത്തി ഉണ്ടാവും, അവിടെ എന്ത് അന്യഭാഷ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ എന്തിന് കൂടുതൽ സ്പേസ് കൊടുക്കുന്നോ ആ സ്പേസ് അവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടും. ഹല്ലേലൂയ. എൻ്റെ സമയം കഴിഞ്ഞു. അപ്പോൾ വചനം സംസാരിക്കുന്നതിലൂടെ, പ്രാർത്ഥിക്കുന്നതിലൂടെ, വചനം സംസാരിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മുടെ ലൈഫിൽ പ്രബലപ്പെട്ട് നിൽക്കും. അവർക്ക് വർക്ക് ചെയ്യാനുള്ള താല്പര്യം വർദ്ധിക്കും. 91-ാമത്തെ സങ്കീർത്തനം അതല്ലേ പറയുന്നത്? ദൈവം കൽപ്പന കൊടുക്കണമെങ്കിൽ ദൈവവുമായിട്ടൊരു ബന്ധമുള്ള വ്യക്തിയായിരിക്കണം. അവരെക്കുറിച്ചാണ് നമ്മളിപ്പോൾ 91-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ശ്രദ്ധിച്ചേ, 11-ാമത്തെ വാക്യത്തിൽ എന്താ? നിങ്ങളുടെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളൊരു സന്തത സഹചാരിയാണ് ഏഞ്ചൽ. നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങുന്നു, നമ്മൾ കർത്താവ് കൂടെ വരാനാണ് വിളിക്കുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ളവര്. പക്ഷെ കർത്താവ് ദൂതന്മാരെ അയക്കും. ദൈവം കൂടെ വരുന്നതിന് സമമാ, വെറുതെ അയക്കുന്നില്ല, കൽപ്പിച്ചയക്കും ദൂതന്മാർ. ദൈവം കൂടിയിരിക്കുന്ന ബലമാ.
നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്. അവിടെ തന്നെ ഉണ്ട് നമ്മൾ ഏതൊരു മേഖലയിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ആ മേഖലയിൽ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് ഏഞ്ചൽസ് ഉണ്ട്. ഇപ്പം ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ജോലിയിൽ എന്നെ അസിസ്റ്റ് ചെയ്യാൻ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് ഏഞ്ചൽസ് ഉണ്ട്. ഞാൻ മിനിസ്ട്രി ചെയ്യുമ്പോൾ എന്നെ ഗാർഡ് ചെയ്യാൻ ഏഞ്ചൽസ് ഉണ്ട്. അവരിപ്പോൾ എനിക്ക് സംരക്ഷണം തന്നുകൊണ്ടിരിക്കുക. ഞാൻ ചെറിയ കളിയൊന്നും അല്ല ഇവിടെ ഇരുന്ന് കളിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ വചനം എടുത്താണ് സംസാരിക്കുന്നത്. അത് പഠിച്ചു പറയാൻ പറ്റുന്ന കാര്യമല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് എഴുതി വെച്ച് പറയാൻ പറ്റുന്ന കാര്യമല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പം ഞാൻ അത് ഉയരത്തിൽ നിന്ന് എടുത്ത് സംസാരിക്കുമ്പോൾ എനിക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ എന്തോ സംഭവിക്കും? എതിരാളി ആക്രമിക്കാൻ കയറും. പക്ഷെ അത് വരരുത്, എന്നെ കാക്കേണ്ടതിന്. നിങ്ങളത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ദൈവിക സംരക്ഷണം ഇല്ലാത്ത സുഹൃത്തെ നിങ്ങൾക്ക് കേൾക്കാനൊക്കത്തില്ല. നിങ്ങളെ ദൈവത്തിന് തുറക്കാതെ ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറത്തുമില്ല. അങ്ങനെയുണ്ട്. അപ്പം ഇതെല്ലാം ദൈവത്താൽ നടക്കുന്ന കാര്യം. അപ്പം നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവത്തിൻ്റെ കൽപ്പനയിലാണ് അവർ നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ ദൈവം വിഡ്രോ ചെയ്യും. നിങ്ങൾ തോന്നുന്നുണ്ടോ നമ്മൾ ദൈവം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ദൈവം ഹാപ്പിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ വൈഫ്, ആ വൈഫിനെ എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് അയാളെ തീരെ റെസ്പെക്റ്റ് ഇല്ലാതെ, അയാളെ മൈൻഡ് ചെയ്യാതെ, അയാളെ അങ്ങ് ഇടിച്ച് താഴ്ത്തി, അയ്യോ പാസ്റ്ററാ ഭയങ്കര കേമൻ, പാസ്റ്റർ ഭയങ്കര സംഭവമാണ്, പാസ്റ്റർ ഭയങ്കര ഇതാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ എന്നെ പ്രൈസ് ചെയ്ത് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ സ്നേഹിക്കുന്ന അയാളെ തീരെ മൈൻഡ് ചെയ്യാതെ, കെയർ ചെയ്യാതെ, ലിസൺ ചെയ്യാതെ, ഇകഴ്ത്തി അങ്ങനെ അങ്ങോട്ടാക്കിയിടുമ്പോൾ എന്നെ പ്രൈസ് ചെയ്യുന്ന വ്യക്തിയോട് എനിക്ക് സ്നേഹം ഉണ്ടാവുമോ? എനിക്ക് മറിച്ച് വേറെ എന്തെങ്കിലും വികാരമായിരിക്കും ഉണ്ടാവുക. സെയിം തിങ്. ദൈവം റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ് ദൂതന്മാർ. അവർക്ക് വിരോധമായിട്ട് സംസാരിക്കുമ്പോഴേ ദൈവത്തിന് പരിഭവമുണ്ട്. പരിഭവം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ എടുക്കേണ്ട ഒരു വിസ്ഡം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിസ്ഡത്തിലേക്ക്, ആ ജ്ഞാനത്തിലേക്ക് എൻ്റെ സൃഷ്ടി എത്തിയില്ലല്ലോ എന്നുള്ളൊരു പരിഭവം. അയ്യോ ഇവരെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതാണല്ലോ ഇവൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല എന്നൊരു വേദന ദൈവത്തിൻ്റെ ഉള്ളിലുണ്ടാവും. അതുപോലെ ദൈവം റെസ്പെക്റ്റ് ചെയ്യുന്ന ദൂതന്മാരെ നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനം നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ, റെസ്പെക്റ്റ് കൊടുക്കുന്നില്ലെങ്കിൽ, ലിസൺ ചെയ്യുന്നില്ലെങ്കിൽ, ട്രസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ദൂതന്മാരെ താഴ്ത്തി ദൈവത്തെ പ്രൈസ് ചെയ്തും സംസാരിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തെ പ്രൈസ് ചെയ്യുന്നവരോട് ദൈവത്തിനൊരു സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ദൈവം കൽപ്പിക്കും, ഞാൻ അവരോട് കൽപ്പിക്കും, ഞാൻ അവരോട് സംസാരിക്കും, ഞാൻ അവരെ നിനക്ക് മുമ്പായി അയക്കൂ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി ദൈവം എന്നിലേക്ക് എത്തുന്നതിന് മുൻപേ എനിക്ക് വേണ്ടി അവരിലേക്കാണ് ദൈവം എത്തുന്നേ. എന്നിട്ട് അവരെ നീ ദീപുവിൻ്റെ മുമ്പേ പോ, നീ അന്നമ്മയുടെ മുമ്പിൽ പോ, നീ രാജൻ്റെ മുൻപേ പോ എന്ന് കൽപ്പിക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് ദൈവം അവരെയും സ്നേഹിച്ച് എൻ്റെ ഗാർഡിയനായിട്ട് അയക്കുന്നേ. നിനക്ക് മുമ്പായി ഞാൻ വഴി ഒരുക്കും, ദുർഘടങ്ങളെ നിരപ്പാക്കും. ദൈവം ഒന്നും നേരിട്ടിറങ്ങി വന്നല്ല ചെയ്യുന്നത്, ദൂതന്മാരെ അയച്ചാ ചെയ്യുന്നത്. ഓ ഹല്ലേലൂയ, ദൂതന്മാരെ അയച്ചാ ചെയ്യുന്നത്. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നമ്മൾ വായിച്ചു വിടുന്നതും കാണാപ്പാടം പാടുന്നതുമാകുന്നൊരു സങ്കീർത്തന. അവർ കൈകളിൽ വഹിച്ചുകൊള്ളും. ഏഞ്ചൽസിന് നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ള ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ കൈകളിൽ വഹിക്കുന്നവർ, അവർ നമ്മളെക്കാൾ ഉയർന്നവരാ, പൊസിഷനിൽ അവർ ഉയർന്നവരാ. നമ്മൾ അവരെക്കാൾ കുറച്ച് മാത്രം താഴ്ന്നവരും. പക്ഷെ നമുക്ക് അവരെ ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ദൈവം തന്നിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം, മത്തായി എഴുതിയ
സങ്കീർത്തനങ്ങളുടെ പുസ്തകം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 103 സങ്കീർത്തനം, അതിൻ്റെ 20 തിരുവചനത്തിലേക്ക് നിങ്ങളൊന്ന് വന്നേ. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ദൂതന്മാരോട് പറയുന്നു, അവൻ്റെ വചനം കേട്ട്, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ. യഹോവയെ സ്തുതിക്കാൻ ദാവീദ് പറഞ്ഞിട്ട് വേണ്ട ദൂതന്മാരെ സ്തുതിക്കുന്ന. പക്ഷേ ദാവീദിൻ്റെ റൈറ്റ് ദാവീദ് മനസ്സിലാക്കുന്നു, ദൂതന്മാരോട് കൽപ്പിക്കാനുള്ളൊരു റൈറ്റ്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും ദൈവം സൃഷ്ടിച്ചത് മനുഷ്യരെയാണ്, ദൂതന്മാരെ അല്ല. ക്ലിയർ? ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും ദൈവം സൃഷ്ടിച്ചത് മനുഷ്യരെയാണ്, ദൂതന്മാരെ അല്ല. ദൈവത്തിൻ്റെ ശ്വാസം നമ്മളിലേക്കാണ് പകർന്നേക്കുന്നത്, ദൂതന്മാരിലേക്കല്ല. ദൈവത്തിൻ്റെ ശ്വാസത്തിൽ ദൈവം ജീവിക്കുന്നത് നമ്മിലാണ്, ദൂതന്മാരിലല്ല. ക്ലിയർ? മനസ്സിലായോ നിങ്ങൾക്ക്? ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും ദൈവം നമ്മെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ജീവശ്വാസം നമ്മളിലേക്ക് ഊതി അവിടുന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, ദൂതന്മാരുടെ ഉള്ളിലല്ല. ഇവിടെയാണ് എനിക്കെന്തുകൊണ്ട് ദൂതന്മാരോട് കൽപ്പിക്കാം. യേശു ഇങ്ങനെ പറയുന്നുണ്ട് മത്തായി എഴുതിയ സുവിശേഷത്തിനകത്ത് 26 അധ്യായം ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം, അതിൻ്റെ 51 മുതലുള്ള വാക്യത്തിലാണോ എന്ന് നിങ്ങളൊന്ന് നോക്കിയേ. 51 മുതൽ. അപ്പോൾ യേശുവിനോട് കൂടെ ഉള്ളവരിൽ ഒരുവൻ കൈനീട്ടി വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവൻ്റെ കാതറുത്തു. യേശു അവനോട്, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു പോകും. എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ, ശ്രദ്ധിക്കേ, എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന്. ഫോർവേഡ്. യേശുവിനെ പോലെ ഒരു ദൈവപുത്രന് എന്തിനു ദൂതന്മാരുടെ സംരക്ഷണം? 1 2 ആണേ പോട്ടെ, 5 ആണേ പോട്ടെ, 10 ആണേലും പോട്ടെ, 12 ലഗ്യോൻ എന്തിന്? ഇത് മാത്രം എടുത്താൽ മതി ദൂതന്മാർ മനുഷ്യരുടെ കൂടെ സർവീസിനുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കാൻ. യേശുവാണേ പറഞ്ഞത്, ഇനി ആരും പറയണ്ടേ? യേശുവാ പറഞ്ഞത്, എനിക്ക് പിതാവിനോട് ചോദിക്കാം, പിതാവിനെ അയക്കാം, അവരെൻ്റെ കൂടെ നിൽക്കും. ഈ വിസ്ഡം, ഈ ജ്ഞാനം യേശു എങ്ങനെ പ്രാപിച്ചു? മലയിൽ നിന്ന് പ്രാപിച്ചു, പ്രാർത്ഥനയിൽ പ്രാപിച്ചു. ഇതിനെയാ പറയുന്ന മനുഷ്യർ ഏഞ്ചൽസിനെ കുറിച്ച് പറയരുത്. എന്ത് ഏഞ്ചൽസ്? ഇതൊക്കെ ദൈവത്തിന്റെ സൃഷ്ടി. നോ. നീ എന്തിന് പത്രോസേ വാളെടുക്കണം? വാളെടുക്കാനുള്ളവർ എൻ്റെ കൂടെ ഉണ്ടല്ലോ. 12 ലഗ്യോനിലധികം ദൂതന്മാരെ ചോദിച്ചാൽ, ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിച്ചാൽ അയക്കാൻ പറഞ്ഞാൽ എന്താ? എനിക്ക് അയച്ചു തരത്തില്ലേ? അവരെൻ്റെ അടുത്ത് നിൽക്കത്തില്ലേ? ദൂതന്മാർക്ക് വഴക്കില്ല, അറിയാവോ? എനിക്ക് നിൽക്കാനുള്ള സ്ഥലമില്ല, ഞാൻ പോകത്തില്ല എന്നൊന്നും പറയുന്ന ആളല്ല. എനിക്കിരിക്കാനുള്ള സ്ഥലമില്ല, എനിക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞ് അങ്ങനെ തർക്കിക്കുന്ന ആളല്ല ദൂതന്മാർ. 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ കൂടെ നിർത്താൻ ഒരു മനുഷ്യന് കഴിയും. നിലും അധികം, 12 ലഗ്യോനിലല്ല, 12 ലഗ്യോനിലും അധികം വേണമെങ്കിൽ നിർത്താൻ ഒരു മനുഷ്യന് കഴിയും, കൂടെ നിൽക്കുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം, അവൻ്റെ സ്പിരിച്വൽ റിലം ആ ലെവലായിരിക്കണം, അവൻ്റെ ജീവിതം ആ ലെവലായിരിക്കണം. ഹല്ലേലൂയ. മനസ്സിലായോ? യേശുവിൻ്റെ സ്പിരിച്വൽ റിലം ഭയങ്കര വ്യത്യസ്ത. അത് കർത്താവിൻ്റെ ജീവിതമൊക്കെ ഒന്നും പറയാൻ വയ്യ, വല്ലാത്തൊരു ലെവലാ. നമ്മൾ ആരും എത്തിയിട്ടില്ല, ആ ഒരു ലെവല് പിടിച്ചിട്ടില്ല. പിടിക്കാൻ പറ്റും, പക്ഷെ ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത്ര ഉറപ്പി പറയുന്നത് പത്രോസിനോട്, നീ എന്തിന് മഹാപുരോഹിതന്റെ നേരെ കൈ നീട്ടണമെങ്കിലും, അവൻ്റെ കൈയെ ബ്ലോക്ക് ചെയ്യണമെങ്കിലും, അവർക്ക് എൻ്റെ മേൽ തൊടാതിരിക്കണമെങ്കിലും എനിക്ക് ഗാർഡിയൻ ഏഞ്ചൽസിനെ ചോദിക്കാൻ
എനിക്കെന്താ റൈറ്റ് ഇല്ലേ? അതെന്താ? യേശു സ്വർഗത്തിലെ പൗരത്വം അവകാശപ്പെടുന്നത് കൊണ്ട് ആ വാക്ക് പറയുന്നേ. ഇത് തന്നെ നമുക്കുള്ള അവകാശം. സ്വർഗീയ പൗരന്മാരാണ് നമ്മൾ ആരാ? നമ്മൾ പാപത്തിന്റെ ദാസന്മാരല്ല, അടിമകളല്ല. നമ്മൾ സ്വർഗത്തിലെ പൗരന്മാർ. സ്വർഗത്തിലെ പൗരന്മാരാണെങ്കിൽ മാത്രമേ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. യേശു അതാ പറഞ്ഞ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ? അപ്പൊ ഏതൊരു മനുഷ്യനും അവരുടെ കൂടെ ദൂതന്മാരെ നിൽക്കാൻ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിൽ അപേക്ഷിക്കുന്നവരായിരിക്കണം. യേശു അതാ പറഞ്ഞ, പ്രാർത്ഥനയിൽ എനിക്ക് അപേക്ഷിക്കാം, എൻ്റെ കൂടെ നിൽക്കാൻ പറ്റും, നിൽക്കും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു പ്രാർത്ഥനയിൽ ദൂതന്മാരെ എനിക്കും ദൈവം അയച്ചു തരുമെന്ന്? ഇന്ന് മുതൽ എനിക്ക് അയച്ചു തരുമെന്ന് പൗലോസ് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചപ്പോഴാണ് ദൂതൻ ഇറങ്ങിയേ. ഏലിയാവിൻ്റെ അരികിലും ദൂതനായി ഇറങ്ങിയേ. യേശുവിൻ്റെ അരികിലും ഗെത്സമനയുടെ ആ അതിവേദനയിൽ തന്നെ 2 ദൂതന്മാർ ഇറങ്ങി ബലപ്പെടുത്തിയെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മുടെ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും കർത്താവ് നമുക്ക് ദൂതന്മാരെ പ്രൊട്ടക്ഷനായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ആ ദൂതൻ ഇറങ്ങും, വീട്ടിൽ ആ ദൂതൻ ഇറങ്ങും, ലൈഫിൽ ആ ദൂതൻ ഇറങ്ങും, വർക്കിംഗ് പ്രെമിസസിൽ ആ ദൂതൻ ഇറങ്ങും, മിനിസ്ട്രിയിൽ ആ ദൂതൻ ഇറങ്ങും. യേശുവിൻ്റെ നാമത്തിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കരമാകുന്ന വർക്കിംഗ് നടക്കും, ഭയങ്കരമാകുന്ന സയൻസ് ആൻഡ് വണ്ടേഴ്സ് നടക്കും. യേശുവിൻ്റെ നാമത്തിൽ അസാധാരണമാകുന്ന ഏഞ്ചൽസ് മിനിസ്ട്രി ഇന്നു മുതൽ അസാധാരണമാകുന്ന ഒരു ഏഞ്ചൽസ് മിനിസ്ട്രി ഇന്നു മുതൽ ഇതിനകത്ത് വെളിപ്പെട്ട് തുടങ്ങും. ഇന്നു മുതൽ, ഈ സെക്കൻഡ് മുതൽ ഇന്നു മുതൽ ഇതിനകത്ത് സംഭവിച്ചു തുടങ്ങും. എൻ്റെ വീടിൽ, എൻ്റെ ഫാമിലിയിൽ, എൻ്റെ ലൈഫിൽ ഇന്നു മുതൽ അസാധാരണമാകുന്ന ഏഞ്ചൽസ് മിനിസ്ട്രി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്നു. എത്ര ദൈവമക്കൾക്ക് അത് പറയാൻ പറ്റും? എത്ര ദൈവമക്കൾക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റും? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ ഈ സെക്കൻഡിൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഇത് എനിക്ക് ഇത്രയും വരെ പറഞ്ഞു വെക്കാൻ പറ്റത്തുള്ളൂ. പൂർണ്ണമല്ല ഈ മെസ്സേജ്, പൂർണ്ണമല്ല. പക്ഷെ ഇത്രയെങ്കിലും ഒരു ദൈവ പൈതൽ മനസ്സിലാക്കിയിരിക്കണം, ഇത്രയെങ്കിലും ഏഞ്ചൽസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. ഈ സെക്കൻഡിൽ വലിയ ദൈവമഹത്വം വെളിപ്പെടട്ടെ, വലിയ ദൈവമഹത്വം. ഏഞ്ചൽസ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഹോളി ഗോസ്റ്റ് ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് നമുക്ക് ഏഞ്ചൽസ് ഉണ്ടെന്നുള്ളത്. മനുഷ്യർ കൂടെ വന്നില്ലെങ്കിൽ ദൂതന്മാർ കൂടെ വരും. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ഒറ്റയ്ക്ക് പല കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരാറില്ലേ? ഒറ്റയ്ക്ക് നിങ്ങൾ പലയിടത്തും പോകേണ്ടി വരാറില്ലേ? പക്ഷേ നിങ്ങളുടെ കൂടെ വരികയില്ലെന്ന് പലരും പറയുമ്പോഴും നീ വിളിക്കാതെ എത്ര പ്രാവശ്യം ദൂതൻ നിന്റെ കൂടെ വന്നിട്ടുണ്ടെന്നറിയാവോ? കാരണം 91-ാം സങ്കീർത്തനം അത് ഉറപ്പിക്കുന്നു. ഭയങ്കര ഒരു ദൈവിക പ്രസൻസ് ഇതിനകത്ത് വെളിപ്പെടും. ഞാൻ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ദൂതന്മാരുടെ ഭയങ്കര പ്രസൻസ് ഇതിനകത്തുണ്ട്. അത് യേശുവിൻ്റെ നാമത്തിലെ ദൂതന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമേ പിതാവേ. ഞങ്ങളത് അപേക്ഷിക്കും. ദൂതന്മാരുടെ വർക്കിംഗ് വർദ്ധിപ്പിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കും. ഇന്നു മുതൽ ആ മിനിസ്ട്രി ആക്ടിവേറ്റ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. അത് പ്രാർത്ഥിച്ച് ആ മിനിസ്ട്രി ഞാൻ യേശു നാമത്തിൽ ഏഞ്ചൽസ് മിനിസ്ട്രി ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇന്ന് യേശു നാമത്തിൽ അടഞ്ഞു കിടക്കുന്ന ഡോറുകൾ പത്രോസിന്റെ മുമ്പിൽ തുറന്നതുപോലെ ഇന്ന് ഡോറുകൾ തുറക്കാൻ ദൈവ ഏഞ്ചൽസിനെ അയക്കും. വിശ്വസിക്കുന്നവരുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിനകത്ത് ഈ മിനിസ്ട്രി കളിയല്ലെന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. ഈ മിനിസ്ട്രി വെറുതെ അല്ല എന്ന് മനസ്സിലാക്കുന്ന വിശ്വാസത്തിന്റെ ആത്മാവുള്ളവർ ഇതിനകത്തുണ്ട്. അവർക്ക് വേണ്ടിയാ ദൈവം എന്നെ ശുശ്രൂഷയ്ക്ക് നിർത്തിയിരിക്കുന്നത്. In the name of Jesus, in the name of Jesus, in the name of Jesus. സാറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് ദൈവത്തെ ആരാധിക്കുന്നവരെ സറാഫ്. കെരൂബുകൾ സംരക്ഷണത്തിനായിട്ട് ദൈവം നിർത്തുന്നവരെ കെരൂബുകൾ. എന്നാൽ എനിക്ക് വേണ്ടി ദൈവം
ചിലപ്പോൾ മിഖായേലിനെ അയക്കും, ഗബ്രിയേലിനെ അയക്കും, പ്രധാന ദൂതന്മാരെയൊക്കെ ദൈവം എനിക്ക് വേണ്ടി അയക്കും. യേശുവിന്റെ നാമത്തിൽ ദൈവം കൽപ്പിച്ച നോ പറഞ്ഞു നിൽക്കുന്നവരല്ല ദൂതന്മാർ. ഇന്ന് പറയ, എനിക്ക് വേണ്ടി ഇന്ന് കർത്താവ് ഒന്ന് ചലിക്കട്ടെ, എനിക്ക് വേണ്ടി ദൈവം പുതു കൽപ്പനകൾ പുറപ്പെടുവിക്കട്ടെ. എന്റെ മുമ്പിൽ തുറക്കപ്പെടേണ്ട വാതിലുകൾ ഇന്ന് അവരെ അയച്ച ദൈവം തുറക്കുമാറാക്കട്ടെ. ഓ ജീസസ്, എന്നിലേക്ക് വരേണ്ട നന്മകൾ അവരെ അയച്ച ദൈവം തുറക്കുമാറാകട്ടെ. അതിന്റെ തടസ്സങ്ങൾ ഇന്ന് ദൂതന്മാരെ ഹാൻഡിൽ ചെയ്യാൻ സ്വർഗം കൽപ്പന പുറപ്പെടുവിക്കട്ടെ. പറയ യേശുവിന്റെ നാമത്തിൽ ബലപ്പെടുത്തുന്നവരാ ദൂതന്മാർ, സഹായിക്കുന്നവരാ ദൂതന്മാർ, ദൈവത്തോട് സംസാരിക്കുന്നവരാ ദൂതന്മാർ. എല്ലാ മഹത്വം എന്റെ ദൈവത്തിന്. കാര്യം എന്നാന്നറിയാവോ? ഇങ്ങനെ ഒരു ജീവികളെ ഉണ്ടാക്കാൻ എന്റെ ദൈവത്തിന് തിരുമനസ്സായല്ലോ. അതും മക്കൾക്കു വേണ്ടി എന്ന് പറയുവാൻ ദൈവത്തിന് തിരുമനസ്സായല്ലോ. അതെ, സേവകാത്മാക്കളായി തരുവാൻ എന്റെ ദൈവത്തിന് തിരുമനസ്സായല്ലോ. ഞാൻ അതിൽ പുകഴുന്നു. ഹല്ലേലൂയ, രാജാവിന് ഹല്ലേലൂയ, ദൈവത്തിന് ഹല്ലേലൂയ, കർത്താവിന് ഹല്ലേലൂയ, യേശുവിന് ഹല്ലേലൂയ, രാജാവിന് ഹല്ലേലൂയ, ദൈവത്തിന് ഹല്ലേലൂയ, കർത്താവിന് ഹല്ലേലൂയ, യേശുവിന്. ഈ വാക്കാരുടെ എന്നറിയാവോ? ഈ ഹല്ലേലൂയ ദൂതന്മാരുടെയാ. ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്ന വാക്കുകളാ ഇതൊക്കെ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവർ ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന വാക്ക, അവർ ദൈവസന്നിധിയിൽ ആർപ്പിടുന്ന വാക്ക, അവർ ദൈവസന്നിധി സ്തുതിക്കുന്ന വാക്ക. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ, രാജാവിന്. ഓ ഹല്ലേലൂയ, ദൈവത്തിന് ഹല്ലേലൂയ, കർത്താവിന് ഹല്ലേലൂയ, യേശുവിന്. Holy Ghost, in the name of Jesus. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ കേട്ട ഈ തിരുവെഴുത്തും ഈ വ്യാഖ്യാനവും സകലതും തിരുനാമ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. ഇതവിടുന്ന് തന്നതാകുന്നുവല്ലോ, ഇതവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതാകുന്നുവല്ലോ, ഇത് ഞങ്ങളുടെ ആത്മീയ അഭിവൃദ്ധിക്കായിട്ടാകുന്നുവല്ലോ. പിതാവേ, യേശുവിൻ നാമത്തിൽ നന്ദി പറഞ്ഞ് തിരുസന്നിധിയിൽ വണങ്ങുന്നു. ഞങ്ങൾക്ക് ഗ്രഹിച്ചുകൂടാത്ത വലിയ കാര്യങ്ങളെ ഞങ്ങളെ ഗ്രഹിപ്പിക്കുന്ന സർവശക്തനെ, പഠിപ്പിക്കുന്ന ദൈവമേ, പരിശുദ്ധ ആത്മാവേ, താഴ്മയോടെ താഴ്ത്തി ഇനിയും അധികം പഠിപ്പാൻ തിരുമുമ്പിൽ മനസ്സു വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ അധികം ദൂതന്മാരെ അവിടുന്ന് നിർത്തണമേ. വലിയ ദൈവപ്രവർത്തികൾ ഇന്നു മുതൽ യേശുവിൻ്റെ നാമത്തിൽ കണ്ടു തുടങ്ങട്ടെ. ഞങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും ഗ്രഹിപ്പാൻ പോലും ഇതുവരെ കഴിയാത്തതും ആകുന്ന മേഖലകളിലേക്ക് ദൂതന്മാരെ വിന്യസിച്ച് വലിയ വലിയ അവസരങ്ങളെ തുറക്കണമേ. വലിയ വലിയ ഓപ്പണിംഗ് ഉണ്ടാകണമേ. വലിയ ഫ്രീഡം ഉണ്ടാകട്ടെ. ഭയങ്കര സുതാര്യത വെളിപ്പെടട്ടെ. വലിയ സർവീസുകൾ ഓപ്പൺ ആകട്ടെ. വലിയ ഡിവൈൻ എൻകൗണ്ടറുകൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് റിലീസ് ചെയ്യുന്നു, പ്രഖ്യാപിക്കുന്നു.
ആമേൻ. ഈ മിനിസ്ട്രിയുടെ സ്റ്റൈൽ മാറട്ടെ കർത്താവേ. വലിയൊരു ദൈവമഹത്വം വെളിപ്പെടട്ടെ. അത്ഭുതം എൻ്റെ യേശു ചെയ്തതിനായി നന്ദി. ഇന്ന് അസാധാരണമാകുന്ന ദൈവപ്രവൃത്തികൾ എന്നെ കേട്ട ജനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ കർത്താവേ. സൗഖ്യം വേണ്ടവർക്ക് അതിപ്പോൾ തന്നെ റിലീസാകട്ടെ. സാമ്പത്തികമാകുന്നൊരു വിടുതൽ വേണ്ടവർക്ക് അത് റിലീസാകട്ടെ. തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറേണ്ടവർക്ക് അതൊക്കെ ഇപ്പോൾ സംഭവിക്കട്ടെ. ഭയങ്കരമാകുന്നൊരു ആത്മീയ ഉണർവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലും ഈ പ്ലാറ്റ്ഫോമിലും ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കട്ടെ ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എന്നത്തെ പോലല്ല, വ്യത്യസ്തമാകുന്ന ഒരു ശക്തിയോടെ ഒരു 3 ഹല്ലേലൂയ പറഞ്ഞ എല്ലാ ദൈവമക്കളും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലിറ്ററലി ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ഇന്നത്തെ മീറ്റിങ്ങും ഇന്ന് നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് അങ്ങനത്തെ സബ്ജക്റ്റാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതുപോലത്തെ ഒരു ദൈവികമാകുന്ന ഒരു പ്രസൻസ് നമ്മളിരിക്കുന്നിടത്ത് വെളിപ്പെടും. ഞാൻ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഞാൻ ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ ദൈവം എന്നെ അയക്കുന്നത്. ഞാൻ ആയിരിക്കുന്നതും അങ്ങനെയാണ്. സോ നിങ്ങളധികമാകുന്ന പ്രാർത്ഥന ഞാൻ ഇനിയും ചോദിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സ്പർശിച്ചിട്ടുണ്ട്. നമ്മുടെ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും മുടക്കങ്ങളില്ലാതെ ഈ പ്ലാറ്റ്ഫോമിൽ നടത്തി വരുന്നു. മിക്ക ദിവസവും 99% നമുക്കതിനകത്ത് മുടക്കം വരാറില്ല. എന്തെങ്കിലും സാങ്കേതികമാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രം, അത് വല്ലപ്പോഴും 0.1% ചില ദിവസങ്ങളിൽ ഇല്ലാതെ വന്നേക്കാം. എന്നാലും അന്നത്തെ ദിവസം വേറെ ഏതെങ്കിലും രീതിയിൽ മീറ്റിംഗ് ഒരു ഷോർട്ട് മെസ്സേജെങ്കിലും ആയിട്ട് ഞങ്ങൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. ദൈവവചനത്തിന് മുടക്കം വന്നുകൂടാ. ഞങ്ങൾക്കായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക. വലിയൊരു ദൈവപ്രവൃത്തിക്കായിട്ട് ഞങ്ങളും വെയിറ്റ് ചെയ്യുന്നു. വലിയൊരു ദൈവപ്രവൃത്തി കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് വലിയൊരു റിവൈവലിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും നടത്തട്ടെ. ഞങ്ങൾ നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ മീറ്റിങ്ങിലേക്ക്, മിനിസ്ട്രിയിലേക്ക്. നിങ്ങൾ കാണുന്നതോടൊപ്പം നിങ്ങൾ ശ്രവിക്കുന്നതോടൊപ്പം ദയവായി ഈ സന്ദേശങ്ങൾ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ പങ്കുവെച്ച് അവരോടും കൂടെ ഈ കൂട്ടായ്മയെക്കുറിച്ച് അറിയിച്ചാട്ടെ. എല്ലാ ദിവസവും ദൈവവചനം പഠിക്കാൻ ഒരു അവസരമുണ്ടെന്ന് നിങ്ങൾ അവരോടും കൂടെ അറിയിച്ചാട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് തമ്മിൽ പ്രാർത്ഥനയിൽ ഓർക്കാം. ഇനി അടുത്ത ദിവസം നമുക്ക് ഒരുമിച്ച് കൂടി വരുന്നത് വരെ പ്രാർത്ഥനയിൽ തമ്മിൽ നമുക്ക് കണക്റ്റ് ആകാം. ഗോഡ് ബ്ലസ് യു ആൻഡ് ഗോഡ് ബി വിത്ത്